ഇന്നലെ വൈകുന്നേരം 8 മണിക്ക് TV വെറുതെ തുറന്നു നോക്കിയത് ആരൊക്കെയാണ് ഇവിടെ ലഹള കൂട്ടാൻ വന്നിരിക്കണമെന്ന് കാണണ്ടേ. ഞാൻ തുറന്ന സമയത്ത് കേൾക്കുന്ന വാക്കെന്താ അറിയോ? കേരളം പാകിസ്ഥാൻ തന്നെയാണ്, കേരളം പാകിസ്ഥാൻ തന്നെയാണ്, ഇനിയും ഞാനിത് പറയുമെന്ന്. എത്ര വലിയ രാജ്യദ്രോഹ സംബന്ധിയായിട്ടുള്ള പ്രസ്താവന അതൊന്ന് ആലോചിച്ച് നോക്കൂ. അതിന് പിള്ളേർ കള്ളടിച്ചിട്ട് എവിടെയെങ്കിലും പോയി അതായത് മൂലക്കിരുന്ന് ജലപ്പനം ഉണ്ടാക്കിയതല്ല. BJPയുടെ സംസ്ഥാന സമിതി അംഗം ജയസൂര്യനാണ് പറഞ്ഞത് കേരളം പാകിസ്ഥാൻ തന്നെ. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. എന്താ ഉണ്ടാക്കുക? കാരണം BJP അല്ലേ ഭരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്തും പറയാമല്ലോ, എന്തും ചെയ്യാമല്ലോ. അതല്ലേ ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്ന് മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണ അയാളൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തെ പിൻപറ്റിക്കൊണ്ട് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് M ജയസൂര്യൻ അതെടുത്ത് ആവർത്തിച്ചിരിക്കുകയാണ് ഇവിടെ. നിതീഷ് റാണ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിതീഷ് റാണയ്ക്ക് സ്ലിപ്പ് ഓഫ് ദ ടങ് പറ്റിയതല്ല, നാക്കുപിഴ സംഭവിച്ചതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഒരു മുഖവരിയും കൂടെ അതിലൊരു കാര്യം പറയാം. അവരിപ്പോഴത്തെ വിഷമം എന്താണെന്ന് അറിയാമോ? കേരളത്തിൽ ഒരു കാലെടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. രാജഗോപാൽജി, രാജേട്ടൻ എന്ന് എല്ലാവരും വിളിക്കുന്ന മറ്റേ പിണറായി വിജയൻ വരെ രാജേട്ടൻ എന്നാണ് വിളിക്കുക. അദ്ദേഹത്തിനൊരു സീറ്റ് കിട്ടി. അത് ഒരിക്കലും അത് BJPയുടെ സീറ്റല്ല. അത് അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് ആ നാട്ടുകാർ കൊടുത്ത സീറ്റ്. ഇനി നിന്ന് അങ്ങനെ ജയിക്കും. പക്ഷെ ഇനി നിന്ന് BJPയിൽ നിൽക്കരുതെന്ന് മാത്രം, ചിലപ്പോൾ തോൽപ്പിച്ച് കളയും. അതന്നെയാണല്ലോ ഇവിടെ മെട്രോമാൻ സംഭവിച്ചത്. അതേ നേരിട്ട് നിന്ന് പാലക്കാട് ജയിച്ചേരെ. ഈ കൊണാപ്പ് ചിഹ്നം താമര ചിഹ്നമായിട്ട് നിന്നുകൊണ്ട് അയാൾ തോറ്റത്. അത് ഇനി തൃശ്ശൂരത്തെ കാര്യം. തൃശ്ശൂർക്കാർ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂർക്കാരെന്ന് പറയാൻ മടിക്കുക. എന്തിനാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ കേരളോമ കോളേജിലാണ് പഠിച്ചതെന്ന്. തൃശ്ശൂർകാരനാണെന്ന് അറിയില്ല, കേരളോമ കോളേജിലാണ് പഠിച്ചതെന്ന്. ഇന്ന് ഞാൻ തൃശ്ശൂർ കേരളോമ കോളേജിലാണ് പഠിച്ചതെന്ന് പറയാൻ ലജ്ജിക്കുകയാണെന്നാണ് പറഞ്ഞത്. MP ആണ് അദ്ദേഹം. ലജ്ജിക്കുകയാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്ഥിതി 1000 പേരെ വിളിച്ച് നോക്ക്. നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ? ഏയ് എന്ന് പറയും. വോട്ട് ചെയ്ത് പറയുന്നത് ലജ്ഞയാണ്, ലജ്ഞ. ഇത് ഈ അഡ്വക്കേറ്റ് ജയസൂര്യൻ അയാൾ വന്നു കയറി അപ്പം തന്നെ അതുപോലത്തെ ആരോടൊക്കെയുള്ള വൈരാഗ്യം, ആരോടൊക്കെയുള്ള കലി തുള്ളിയിട്ടാണ് വരിക. അങ്ങനെ കുറേ ഉണ്ടോ, ശ്രീ പത്മനാഭൻ ഒക്കെ ഉണ്ട്. അവർക്കൊരു സഹിഷ്ണുതയുടെ ഒരു ചെറിയൊരു ലാഞ്ചന പോലും ഒരിക്കലും അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വെച്ചുകൊണ്ട് ഇന്നലെ അയാൾ പറയുകയാണ് മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെഴുത്തച്ഛൻ അദ്ദേഹത്തിന് പ്രതിമ സ്ഥാപിക്കേണ്ട സാഹചര്യം വന്നു ഇവിടെ മലപ്പുറത്ത്. അദ്ദേഹത്തിൻ്റെ ജന്മനാട് മലപ്പുറത്താണ്, തൃക്കണ്ടിയൂർ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. അപ്പോൾ അവിടെ ഇത് പ്രതിമ സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് അനുവാദം കിട്ടിയില്ല എന്ന്. അതിനാരാ കാരണക്കാർ? ഇയാളുടെ ഭരണകേന്ദ്രപ്പെടുത്ത മുസ്ലിങ്ങളാണ് കാരണക്കാരിൽ. മുസ്ലിം ലീഗോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം, അറിയില്ല. ആ പ്രതിമ സ്ഥാപിക്കാൻ അനുവാദം കിട്ടിയില്ല. അതിൻ്റെ പേരിലാണ് പറയുന്നത് മലയാള ഭാഷയുടെ പിതാവിനെ കുടിയിരുത്താൻ ഏതൊരു സ്ഥലമാണോ അനുവദിക്കാത്തത് ആ സ്ഥലത്തെ ഇന്ത്യ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് പാകിസ്ഥാനല്ലേ എന്ന്. 24ന്റെ ന്യൂസ് ചാനലിലാണ് ഈ ഇതിങ്ങനെ അതിൽ എൻകൗണ്ടർ ഒരു പ്രോഗ്രാമുണ്ട്, അതിലാണ് ഈ കാര്യം പറഞ്ഞത്.
അപ്പം അത് വീണ്ടും വീണ്ടും പറയേണ്ട അതിൻ്റെ അവതാരകം പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് രാജ്യദ്രോഹമാണ്, നിങ്ങൾ പറയുന്നത് ഭരണഘടനാപരമായിട്ടുള്ള അതിനെ എതിർക്കുന്ന അതിൻ്റെ മേലെ കയറിയെന്നാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്. നിങ്ങൾ അഡ്വക്കേറ്റാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അയാൾക്ക് യാതൊരു കൂസലുമില്ല. കാരണം എന്താണ്? BJP ഭരിക്കുന്നു. അതുകൊണ്ട് എന്താ, എന്തും ചെയ്യാം. ആർക്ക് ചെയ്യാം? BJP ആർക്ക് എന്തും ചെയ്യാം, സംഘപരിവാർക്ക് എന്തും ചെയ്യാം. ഈ ലേബൽ മാത്രം ഉണ്ടായാൽ മതി, സംഘീയ ലേബൽ മാത്രം ഉണ്ടായാൽ മതി, ചാണക ലേബൽ മാത്രം ഉണ്ടായാൽ മതി, എന്തും ചെയ്യാം, എവിടെയും ചെയ്യാം, എന്തും പറയാം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ ഇവിടെ അനുവദിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ഇത് ഇന്ത്യയാണെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമകളല്ലേ സ്ഥാപിക്കേണ്ടത്? ഇന്ത്യയുടെ പല വിധത്തിലുള്ള ഭാഷകളുണ്ട്, പല സങ്കേതങ്ങളുണ്ട്, രാജനൈതിക പ്രസ്ഥാനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തലതൊട്ടപ്പന്മാർ അവരുടെ പ്രതിമ ഇവിടെയല്ലേ സ്ഥാപിക്കേണ്ടത്? അമേരിക്കയിലാണോ സ്ഥാപിക്കേണ്ടത്? അതുകൊണ്ട് ഇവിടെ സ്ഥാപിക്കാൻ സമ്മതിക്കാതെ വന്നതുകൊണ്ട് ഇത് പാകിസ്ഥാനാണെന്ന് പറയുന്നു. അതിലിപ്പോൾ എന്താ തെറ്റെന്ന് ചോദിക്കുന്നത്. കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ, അതിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ പ്രതിമ സ്ഥാപിക്കണമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ പ്രതിമ സ്ഥാപിച്ചിട്ട് പറ ഇത് പാകിസ്ഥാൻ അല്ലെന്ന്. അല്ലാത്തോടത്തോളം കാലം അയാൾ പറഞ്ഞ വാക്കെന്താ അറിയോ? 1000 വട്ടം ഞാൻ പറയും ഇത് പാകിസ്ഥാനാണെന്ന്. ഇതിനു മുമ്പ് സോമാലിയാണെന്ന് പറഞ്ഞു. കേരളം സോമാലിയ. കേരളത്തിൽ ആരും പട്ടിണി കിടക്കണില്ല കേട്ടോ. ഒരു വീട്ടിലൊന്നും പട്ടിണിയില്ല, പട്ടിണി മരണമില്ല. ആ നാടിനെ നോക്കിയിട്ടാണ് സോമാലിയ എന്ന് പറഞ്ഞ പിന്നെ തലതൊട്ടപ്പൻ. ഇപ്പം ഇയാൾ പറയുന്നത് ഒരു പാകിസ്ഥാനാണെന്ന്. ഈ അവതാരകൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു വക്കീലാണ്, നിയമം അറിയുന്ന ഒരാളാണ്. ആ പഠിച്ച നിയമം തൻ്റെ തലയ്ക്കുള്ളിലുണ്ടെങ്കിൽ, ആ വെളിവ് നിങ്ങളുടെ തലയ്ക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്നതിൻ്റെ രാജ്യദ്രോഹപരമായ ഈ പ്രസ്താവനയുടെ ആഴം, അപകടത്തിൻ്റെ ആഴം താങ്കൾക്ക് ബോധ്യമുണ്ടാകണം. ബോധ്യമുണ്ടോ? അയാൾ പറഞ്ഞു നല്ല ബോധ്യമുണ്ട്, ആ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയണമെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഒരു കലിങ്കിൻ്റെ മേലെ കയറി എന്ന് പറഞ്ഞു നോക്ക്, ഇത് ഇന്ത്യ അല്ല ഇത് പാകിസ്ഥാനെന്ന് പറഞ്ഞു നോക്ക്, പിന്നെ നിങ്ങളുടെ സാധനം തുറുങ്കിലകത്തായിരിക്കും. രാജ്യദ്രോഹമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവതാരകൻ 7-8 തവണയാണ് ഓർമ്മിപ്പിച്ചത്. ഇയാളത് കേട്ട പാവം തന്നെ നടിച്ചില്ല. തുടർന്ന് വീണ്ടും വീണ്ടും പറയുന്നത് പാകിസ്ഥാനാണെന്ന്. ഈ മുസ്ലിങ്ങളുടെ SDPI ആണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ അവരുടെ വോട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലേ? അവരുടെ വോട്ട് കിട്ടിയെന്ന് ഇവിടുത്തെ BJP MP ആയി പോയിട്ടുള്ള ഇപ്പോൾ മന്ത്രിയായിട്ട് അവിടെ കടന്നുകൂടിയിട്ടുള്ള അയാൾ പറഞ്ഞില്ലേ? അതോട് കാണിക്കുന്നുണ്ട്, അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവിടെ അപ്പം അയാൾ പറഞ്ഞത് അത് ഞങ്ങൾ ആരിനും വോട്ട് വാങ്ങിക്കുന്നു, ആരിനും വോട്ട് വാങ്ങിക്കും. അവസാനം പറയുന്നുണ്ട് ശരി, നിങ്ങൾ പറഞ്ഞല്ലോ ഇത് പാകിസ്ഥാനാണെന്ന്. നിങ്ങൾക്ക് ഈ പാകിസ്ഥാനിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? അടുത്ത ചോദ്യം അതായിരുന്നു. ഒരു ലജ്ജയില്ല. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ പാകിസ്ഥാനെ ശുദ്ധീകരിക്കും, കേരളം എന്ന പാകിസ്ഥാനെ ശുദ്ധീകരിക്കും, ഇത്രത്തോളം കടത്തി പറഞ്ഞു. ഇത് രഹസ്യമായിട്ട് ഏതെങ്കിലും ചായ ക്ലബിൽ വെച്ചിട്ടോ ടീ ഷോപ്പിൽ വെച്ച് പറഞ്ഞ കാര്യമല്ല. ലോകം മുഴുവൻ കേൾക്കുമ്പോൾ റെക്കോർഡഡ് ആണത്. എന്താ കാര്യം? പാകിസ്ഥാനിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇറാനിലോ ഇറാഖിലോ നടക്കുന്ന, അയാൾ പറയുന്നതാണ്, തീവ്രവാദമായിട്ടുള്ള നിലപാടുകൾക്കെല്ലാം ആദ്യം പിന്തുണ കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ്. പാകിസ്ഥാൻ ഏതെല്ലാം തരത്തിലുള്ള തീവ്രവാദ നിലപാടുകൾ എടുത്തിട്ടുണ്ടോ, അത്തരം തീവ്രവാദ നിലപാടുകൾ എടുക്കുന്നവരെ പിന്താങ്ങിയിട്ടുണ്ടോ, പിറ്റേ ദിവസം കാണാം അത് കേരളവും പിന്താങ്ങുന്നത്. ആയതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണയുടെ പരാമർശം അത് ശരിയാണ്. അത് കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഭീകര പ്രസ്ഥാനത്തിന് ഇവിടെ പിന്തുണ കിട്ടും. അപ്പം അതിൻ്റെ പുറകിൽ ആരാണ്? ഇയാളെ ലക്ഷ്യം വയ്ക്കുന്ന മുസ്ലിങ്ങളെയാണ്. ഇസ്ലാമോഫോബിയ തലയ്ക്ക് പിടിച്ചിട്ടുള്ള കുറേ ആൾക്കാരിൽ മുമ്പനാണ് ഈ പറഞ്ഞ പാർട്ടി.
ഈ ജയസൂര്യൻ. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ, 24-ന്റെ ഹാഷ്മിയാണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹം നോക്കി പറയും, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അവർ പറയുന്നതിന് അതുപോലെ ഏറ്റുവാങ്ങാൻ, അവർ ഛർദ്ദിക്കുന്നത് അതുപോലെ ഏറ്റുവാങ്ങാനും വിഴുങ്ങാനും നിങ്ങൾ നിൽക്കുകയും ചെയ്യും. ഏതായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പം ആ രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയസൂര്യൻ്റെ ആ ശബ്ദം അതൊരു അനുരണനമാണ്, വാസ്തുവിൻ്റെ എക്കോ എന്നൊക്കെയും പറയാം. ഇതിനുമുമ്പ് സാക്ഷാൽ മോഡി കേരളത്തിൽ വന്ന് എന്താ പറഞ്ഞത്? ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ മോശമാണ്, ഇത് സോമാലിയയാണ്. ഇതുപോലെ തന്നെ കർണാടകത്തിൽ ഇലക്ഷൻ വന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളിത് അന്തസ്സ് കാത്ത് സൂക്ഷിക്കണം, നിങ്ങൾ കേരളത്തെ പോലെ ആകരുതെന്ന്. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇന്ത്യയെ ഇന്നത്തെ രീതിയിലേക്ക് നമ്മുടെ കയ്യിൽ തന്ന മഹാത്മാഗാന്ധി അടക്കമുള്ള ആൾക്കാർ, അവരെ പോലും തള്ളിപ്പറയുന്നവരാണല്ലോ ഇവർ. അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ ഡൂക്കിലി ശരീരത്തിലേക്ക് വെടിവെച്ച് അർമാദിക്കുന്നവരാണല്ലോ ഇവർ. ആയതുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ ഇനിയും വരും, ഇവരുടെ ഭാഗത്ത് വരും. അതോടൊപ്പം തന്നെ നാഴികയ്ക്ക് 40 വട്ടം ഒരു ദേശസ്നേഹം അത് വിളമ്പുകയും ചെയ്യും. അംബേദ്കറുടെ പ്രതിമ തകർക്കുന്നതിന് മുന്നിൽ നിൽക്കുകയും ചെയ്യും. ഏതായാലും അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ പ്രവൃത്തിയിലൂടെയും മനസാ വചസാ കർമ്മണ എല്ലാ രീതിയിലും വാരി വിതർന്ന ഈ കൂട്ടം ആളുകളിൽ നിന്ന് ഇപ്പോൾ ഇത്രയായുള്ളൂ, ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. പാകിസ്ഥാൻ, കേരളം പാകിസ്ഥാനായി എന്ന് ഇവർ പറയുന്നതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. ഏത് അവർക്ക് തോന്നുന്ന അർത്ഥങ്ങളാണ് പറയുന്നത്. കേരളം ഇത്ര കാലമായിട്ടും കേരളത്തിൻ്റെ ഗതിവിഗതികൾ അവരുടെ ചിന്തകൾക്ക് അനുരോധമായിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം, അഡ്വക്കേറ്റ് ജയസൂര്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറഞ്ഞ കാര്യം അയാൾക്ക് 100% ശരിയാണ്. കാരണം കേരളം എന്ന സംസ്ഥാനം, അപ്പുറത്ത് തമിഴ്നാട്, ആ സംസ്ഥാനം തെക്കേന്ത്യ മൊത്തത്തിൽ പറയാം, കർണാടകത്തിൽ നിന്ന് ആട്ടി ഓടിച്ചു. ഇതുവരെ ഹൈന്ദവ തീവ്രവാദികൾക്ക്, ഹിന്ദുത്വവാദികൾക്ക്, സംഘികൾക്ക്, സംഘപരിവാറികൾക്ക് നിലം തൊടാൻ അവർക്ക് ഇവിടെ ശൂന്യസ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഇപ്പോഴത്തെ ഈ അവരുടെ വോട്ടിംഗ് ശതമാനം കുറച്ചൊന്ന് മേലോട്ട് കയറിയതാണ്. അതുപോലെ ഇപ്പോൾ കുത്തറ താഴോട്ട് വരേണ്ടത് തമ്മിലടിയാണ്. എന്നിട്ട് അവരുടെ ആൾക്കാർ കൊഴിഞ്ഞു പോവുക. അത്യാവശ്യം തലയ്ക്ക് വെളിവുള്ള സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാർ കൊഴിഞ്ഞു പോവുക. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. പക്ഷെ വരുന്നുണ്ട്, പ്രതിഭയെ പോലെയുള്ള കഞ്ചാവ് കേസുകൾ വരുന്നുണ്ട്. അവർക്കിനി അത് മതി, അവർക്ക് പറ്റിയ സ്ഥലതാണല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖയുള്ളത് കേരളത്തിലാണ് എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല. പണ്ട് നമ്മൾ നാഷണൽ ഹൈവേയിൽ സഞ്ചരിക്കുന്ന സമയത്ത് കാലത്തും പിന്നെ വൈകുന്നേരവും പലയിടത്തും കാണാൻ കൊടിയും കുത്തി നിർത്തിയിട്ട് സംഘദർശ വിളിച്ചു പോകുന്നത്. ഇന്നിപ്പോൾ അതൊന്നുമില്ല. എങ്കിലും ഇപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശാഖയുള്ളതെന്ന് പറയുന്നു. എന്തർത്ഥമില്ലാന്ന് അറിയില്ല. പക്ഷേ ഈ RSSകാർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഉറക്കിയൊന്ന് കോട്ടുവായി ഇടാൻ പറ്റുന്നില്ല. ഉടനെ തന്നെ ആൾക്കാർ കൂടും. അതേണ്ട കൊട്ടുവായിട്ട് കയറി പിടിക്കും. ഒരു ചെറുവിരൽ അനക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഈ ഹിന്ദുത്വ തീവ്രവാദികൾ, സംഘീയ തീവ്രവാദികൾ അവരുടെ ആശകളും അഭിലാഷങ്ങളും ഈ കേരള ഭൂമിയിൽ, മലയാള ഭൂമിയിൽ അത് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടില്ല, നടക്കാനായിട്ട് പോകുന്നുമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അങ്ങനെയാണ്. ഈ ഹൈന്ദവ തീവ്രവാദികൾ, ഹിന്ദുത്വവാദികൾ, നമ്മളൊക്കെ ഹിന്ദുക്കളാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, മുസ്ലിങ്ങൾ നമ്മൾ എതിരിടാൻ വരികയാണ്
ഇതാ പുലി വരുന്നു, ഞങ്ങളുടെ എല്ലാം ചുറ്റും കൂടി നിന്നു. ഇതാണ് ഇവരുടെ പരിപാടി. ഇല്ലാത്ത പുലിയെ പുലി കാട്ടില്ല. ഇല്ലാത്ത പുലി ദേ വരുന്നു എന്നും പറഞ്ഞ് ഇവരാളുകളെ പേടിപ്പിക്കുന്നു, പീഡിപ്പിക്കുന്നു. അതിൻ്റെ പേരിൽ ഇവരുടെ പിന്നണി പടയാളികളാക്കി മാറ്റുന്നു. കള്ളപ്പേരും പറഞ്ഞ് ഹിന്ദു എന്നുള്ള പേര് അരച്ച് ചേർത്തിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ മണ്ണിൽ എല്ലാവരും 10ാം ക്ലാസ് പഠിച്ചവരാ. ഞാനും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 10ാം ക്ലാസ് വരെ പഠിച്ചവരാണ്. ആ കേരള മണ്ണിൽ അത്യാവശ്യം സ്വയം ചിന്തിക്കാനുള്ള ശേഷി ഉള്ളിടത്തോളം കാലം ഇവരുടെ ഈ ഉമ്മാക്കി കാണിക്കൽ, അതിൻ്റെ പുറകിൽ എന്താണെന്ന് അറിയാനുള്ള ശേഷി ഇവിടെയുള്ള ഓരോ പൗരനും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാല് വയ്ക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പേരിലാണ് കേരളം ഒരു പാകിസ്ഥാനാണെന്ന് അവർ പറയുന്നത്. പാകിസ്ഥാനിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് ഷാഗി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഗൾഫ് പ്രദേശങ്ങളിലേക്കും പണ്ട് ഷാഗികളായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് രഹസ്യമായിട്ട്. ഇവിടെ പാകിസ്ഥാനിൽ ഷാഗി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷാഗി ഉണ്ടാക്കിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യവസ്ഥിതി, അതിന് തുല്യത കണ്ടുകൊണ്ടാണ് കേരളത്തിൽ അവർക്ക് ചെറുവിരൽ പോലും അനക്കാൻ പറ്റാത്തൊരു കീഴ്ശ്വാസം ഉറക്കെ ശബ്ദത്തോടു കൂടി വിടാൻ പോലും പറ്റാത്ത സാഹചര്യം വന്നുകൊണ്ടാണ് അവർ ഇപ്പോൾ പാകിസ്ഥാനായിട്ട് താരതമ്യം ചെയ്യുന്നത്. ഇതിവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. ഈ കരച്ചിൽ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പട്ടികൾക്കൊരു സ്വഭാവമുണ്ട്. അടി കിട്ടുമ്പോൾ വല്ലാതെ നിലവിളിക്കും. കഴിഞ്ഞൊരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ വളരെ അകലെ പോയിട്ടൊരു ഒരു 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 ശബ്ദമുണ്ട്. കൊച്ചുകുട്ടികളും അങ്ങനെ ചെയ്യും. ഇതിനൊരു ശബ്ദമുണ്ട്, ഇതൊരു കരച്ചിലുണ്ട്. അതാണ് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എല്ലാം കൂടി പൊട്ടി പുറപ്പെടും. വലിയ ലഹളയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഈ മോഡി പറന്നെത്തുകയും ചെയ്യും. അതിലും പൊട്ടും, അതിലും തോൽക്കും, നോട്ടയോട് തോൽക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും പിന്നത്തെ ഇലക്ഷൻ വരുന്ന പോലെ ദേ ഇതുപോലത്തെ ആൾക്കാർ വന്ന് കിട്ടുന്ന വേദിയിൽ വന്ന് ഇതെൻ്റെ കേസ്.